ഹലോ, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം വേണം, വേണ്ടേ? ദർ ഈസ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയെങ്കിലും ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? യെസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. ദർ ഇസ് എൻ ഈക്വൽ പേ ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ ഫോർ ഈക്വൽ വർക്ക്. എന്നിട്ട് എന്താണ് അങ്ങനൊരു കാര്യം ഇപ്പോഴും നടപ്പിലാകാത്തത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ പോയിട്ട് അങ്ങനെ ഒരു അവകാശം നേടിയെടുത്തൂടെ? എന്തുകൊണ്ടാണ് നടക്കാത്തത്? അപ്പോൾ നമ്മൾ അറിയണം എവിടെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് പറഞ്ഞിട്ടുള്ളതെന്ന്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 4 നിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ 39D ആണ് പറയുന്നത് ദസ് എൻ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ എന്നുള്ളത്. മൗലിക അവകാശങ്ങൾ പാർട്ട് 3 ആണ്. പാർട്ട് 3 ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നതെങ്കിൽ നമുക്ക് കോടതിയിൽ പോയി അത് നേടിയെടുക്കാമായിരുന്നു. നമ്മുടെ മൗലികാവകാശങ്ങൾ ജസ്റ്റിസിബിൾ ആണ്, നമുക്ക് കോടതിയിൽ പോയി നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ നിർദ്ദേശ തത്വങ്ങൾ നോൺ ജസ്റ്റിസിബിൾ ആണ്, അതായത് കോടതിയിൽ പോയി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അതൊരു അവകാശമായിട്ട് നമ്മൾ കോടതിയിൽ പോവാത്തത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിർദ്ദേശക തത്വങ്ങളിൽ പാർട്ട് 4 പറയുന്നു ദർ ഇസ് എൻ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം. ആർട്ടിക്കിൾ ഏതാണ്? 39D. പാർട്ട് ഏതാണ്? പാർട്ട് 4. എവിടെയാണ്? DPSPയിലാണ്. കേരള PSCയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. PSCയുടെ മത്സര പരീക്ഷകൾ എഴുതാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ PSCയുടെ എക്സാംസ് എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് PSC എക്സാം ഗൈഡ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. തുടക്കക്കാർക്കായിട്ട് പുതിയൊരു ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. PSCയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിനായി നിങ്ങൾക്ക് ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ് സബ്ജക്ട്സ്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, സിവിക്സ്, കറണ്ട് അഫയേഴ്സ് ഇതൊക്കെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചിട്ടയായ രീതിയിൽ ബേസിക് ലെവൽ തൊട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രീതിയിലാണ് PSC എക്സാം ഗൈഡിലെ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ ക്ലാസ് ലൈവായിട്ടും റെക്കോർഡ് സെഷനായിട്ടും നിങ്ങൾക്ക് കാണാം. ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് PDF നോട്ട്സും അവൈലബിൾ ആണ്. ടെസ്റ്റ് പേപ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങളെ കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്യിക്കുന്ന രീതിയിൽ ഒരു പുതിയ ബാച്ച് ബിഗിനേഴ്സിനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഈ പുതിയ ഓൺലൈൻ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കാനും താല്പര്യമുള്ളവർ ഇവിടെ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിൽ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക. ബാച്ച് ലോഞ്ചിൻ്റെ ഭാഗമായിട്ടും റംസാൻ സ്പെഷ്യലായിട്ടും ഇന്നും നാളെയും അഡ്മിഷൻ എടുക്കുന്നവർക്ക് സ്പെഷ്യൽ ഫീ ഓഫർ അവൈലബിൾ ആണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ ദേശീയഗാനത്തെയും നമ്മുടെ ദേശീയ പതാകയും ഒക്കെ നാം ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാണ്? ആൻസർ കമൻറ്റ് ചെയ്യുമല്ലോ.